നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആരു പറഞ്ഞാലും നേരു പറയണം. മുഴുന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിനേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ ഇപ്പോൾ മദ്യപന്മാർക്കും കണ്ടകശനിയാണ്. പാതയോരത്തെ മദ്യശാലകൾക്കെല്ലാം താഴെ വീണപ്പോൾ അല്പം മിനുങ്ങണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും വേണം. കഷ്ടം തന്നെ. മലരെ നിന്നെ കാണാതിരുന്നാൽ വിറയാകിയൊരുടലാകെ തളരുന്ന പോലെ, അലമാരയിലൊരു തുള്ളിയുമില്ലാതിരുന്നാൽ ബിവറേജിനു മുന്നിൽ ഞാൻ കരയുന്ന പോലെ, ഞാൻ എന്റെ വീടിന്റെ സ്റ്റോർ റൂമിനുള്ളിൽ അതികൂഢമാരോരും അറിയാതെ സൂക്ഷിച്ച ബിയറുണ്ട്, വൈനുണ്ട്, റമ്മുണ്ട്, സ്റ്റോക്കായി പല നല്ല ബ്രാൻഡുള്ളതാ. അവയൊന്നുമില്ല, അതിലൊട്ടുമില്ല, അത് മൊത്തം തീർന്നിപ്പം തരി പോലുമില്ല. തളരുന്നൊരെന്റെ തനുതോറും നിന്റെ മണമുള്ളൊരു ലാർജിൽ ഉണരും മലരേ. അഴകേ തലയിൽ തരുമൊരു തരിപ്പഴകേ മലരേ, എൻ സിരയിൽ പടരും മധുമലരേ, എൻ സിരയിൽ പടരും മധുമലരേ. പുനലൂരിലെയും കുന്നിക്കോട്ടെയും തെന്മലയിലെയും ഒക്കെ കുടിയന്മാർ ഇപ്പോൾ വണ്ടി കയറുന്നത് പട്ടാഴിയിലേക്കാണ്. പട്ടാഴി അമ്മയോടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല. ഈ പ്രദേശങ്ങളിൽ ആകെ ബിവറേജ് ഇപ്പോൾ ഉള്ളത് പട്ടാഴിയിൽ മാത്രമാണ്. ഈ റൂട്ടിലോടുന്ന ബസ്സുകളും കളക്ഷനിൽ റെക്കോർഡിട്ട് കഴിഞ്ഞു. കോടതി വിധിയെ തുടർന്ന് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മദ്യപാന്മാർ കൂട്ടത്തോടെ പട്ടാഴിയിലേക്ക് എത്തിത്തുടങ്ങി. പ്രവർത്തന സമയത്തിന് മുൻപ് മുതൽ തന്നെ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ നീണ്ട നിര കാണാൻ കഴിയും. കടുത്ത വേനലിലും തളരാതെ ഏറെ സഹിഷ്ണുതയോടെയാണ് ബിവറേജിലെ ക്യൂ മുന്നോട്ടു പോകുന്നത്. ഇടയ്ക്കിടെ പുറമേ നിന്ന് മദ്യം വാങ്ങാനെത്തിയവരും പ്രദേശവാസികളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. ഉന്തും തള്ളും നിയന്ത്രിക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ ദൂരപരിധി പാലിക്കാത്ത മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതോടെയാണ് പട്ടാഴിയിൽ തിരക്ക് വർദ്ധിച്ചത്. ആവശ്യക്കാരുടെ തിരക്ക് മൂലം മിക്ക ബ്രാൻഡുകളും ഉച്ചയ്ക്ക് മുമ്പേ തീർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവർക്ക് ആഗ്രഹിച്ച ബ്രാൻഡ് കിട്ടാതെ വന്നപ്പോൾ കിട്ടിയവ വാങ്ങി തൃപ്തിപ്പെടേണ്ടിയും വന്നു. പത്തനാപുരം താലൂക്കിലെ ഏക ബീവറേജസ് ഔട്ട്ലെറ്റാണ് പട്ടാഴിയിലേത്. സമീപ പ്രദേശങ്ങളായ അടൂർ, കൊടുമണ്ണിലും അഞ്ചൽ, നെട്ടയത്തുമാണ് മറ്റ് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഉള്ളത്. ബിയർ വൈൻ പാർലർ പ്രവർത്തിക്കുന്ന ഏക 4 സ്റ്റാർ ഹോട്ടലും പട്ടാഴിയിലാണുള്ളത്. ഇതുകൊണ്ട് പട്ടാഴിയിലേക്ക് മദ്യപാന്മാരുടെ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഇതുമൂലം KSRTC ബസ്സുകളിലും വൻ തിരക്ക് അനുഭവപ്പെടുന്നു. മാത്രമല്ല ഓട്ടോറിക്ഷക്കാർക്കും പട്ടാഴിയിൽ മികച്ച വരുമാനം ഇതുമൂലം ലഭ്യമാകുന്നു. ഉത്സവകാലം കൂടിയായതോടെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും മദ്യം വാങ്ങാൻ ആളുകൾ പട്ടാഴിയിലേക്ക് എത്തുകയാണ്. പൂട്ടിപ്പോയ കുന്നിക്കോട് ബിവറേജസ് ഔട്ട്ലെറ്റ് ഇപ്പോൾ കോട്ടവട്ടം മരങ്ങാട് സ്ഥാപിക്കാനാണ് ശ്രമം. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭവും ശക്തമായി കഴിഞ്ഞു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് പാതയോരങ്ങളിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയതോടെയാണ് കുന്നിക്കോട് ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റിനും താഴെ വീണത്. ജനവാസ മേഖലയായ കോട്ടവട്ടം, മരങ്ങാട്, നിരപ്പിൽ ഭാഗത്തേക്ക് ബിവറേജസ് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധവുമായി ജനം രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് നാട്ടുകാർ ബിവറേജസിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. ഔട്ട്ലെറ്റ് തുടങ്ങാൻ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളുമെല്ലാം കൊടികൾ നാട്ടിക്കഴിഞ്ഞു. നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമീണ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് ഈ 11ാം വാർഡിലേക്ക് മാറ്റി ഈ വീട്ടിൽ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നു. വളരെ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇത്. പഞ്ചായത്തിൽ നമുക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജനങ്ങളെ എല്ലാം കൂട്ടിയൊഴിപ്പിക്കുകയും സമരത്തിൽ 2 ദിവസമായിട്ട് ഇവിടെ സമരപ്പന്തലിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാ. ഇനി രാത്രി വരുമെന്നുള്ള ഒരു അറിയിപ്പോടെ ചിലപ്പോൾ രാത്രി എല്ലാവരും ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 3 ദിവസമായിട്ട് തുടരുന്ന സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ അടുത്തെല്ലാം റെസിഡന്റ് ഏരിയ ആയതുകൊണ്ട് പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടും ഇതിലെ
ബസ് യാത്ര ചെയ്യണേ ഇവിടുന്ന് നരിക്കിൽ വരെ നടന്നു പോകേണ്ട ഒരു സ്ഥിതിയായതുകൊണ്ട് ഈ കുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇതിൽ നടന്നു പോകേണ്ട യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കുന്നിക്കോട്ടെ സ്വകാര്യ ബിയർ വൈൻ പാർലറിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിസന്ധിയിലായിരുന്നു. ബിയർ വൈൻ പാർലർ വിവാദത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് രാജിവെക്കേണ്ടിയും വന്നിരുന്നു. ഇത് CPM-നെയും ഒട്ടൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. ഈ സാഹചര്യത്തിൽ മരങ്ങാട് സ്ഥാപിക്കാനൊരുങ്ങുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനോട് പഞ്ചായത്ത് എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഉറ്റുനോക്കുന്നത്. വിളക്കുടി പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ പ്രസിഡന്റ് കുന്നിക്കോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബിയർ വൈൻ പാർലറിന് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഇത് കണക്കിലെടുത്ത് പാർട്ടിയും നാട്ടുകാരുമൊക്കെ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുചെന്ന് വീട്ടിലും ഇരുത്തി. ഇപ്പോൾ ഒരു പണിയുമില്ലാതെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഇവർ. ഇനി പഞ്ചായത്തുകാരുടെ NOCക്കൊന്നും വലിയ വിലയില്ല. അതുകൊണ്ട് തന്നെ പുതിയ മദ്യശാലകളുടെ കാര്യത്തിൽ പഞ്ചായത്തുകൾക്ക് വലിയ റോളുമില്ല. വല്ല കെട്ടിട നമ്പരോ റോഡ് മെയിന്റനൻസോ മദ്യശാലകൾക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങളോ ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രമാണ്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് ആന്ധ്രയിൽ നിന്നും എത്തും. നാട്ടിൽ എവിടെ ബിവറേജസ് ഉണ്ടായാലും അവിടെ കുടിയന്മാരെത്തും. അതാണ് അതിന്റെ ഒരു ബൂട്ടി. വാറ്റുവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ 100 പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായാൽ തൂവിലുന്തി നിൽക്കണ ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണ. വില കുറഞ്ഞ മദ്യമാണ് കുടിയനെന്നും ആശ്രയം. സങ്കടങ്ങൾ തീർത്തിടുന്ന മെഡിസിനാണെന്നോർക്കണം. ഓടയിൽ കിടന്നിടാതെ ഡെയിലി വീട്ടിലെത്തണം. കാത്തുനിൽക്കും ഭാര്യമാരെ കാലവാരിയലക്കണം. മദ്യനിരോധനം നടപ്പിലാക്കി വീട്ടമ്മമാരുടെ വോട്ട് പെട്ടിയിലാക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ കുടിയന്മാരുടെ വോട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അവരായിരിക്കും ഏറ്റവും വലിയ വോട്ട് ബാങ്ക്. അതുകൊണ്ട് തന്നെ മദ്യപന്മാരുടെ ആവശ്യങ്ങളും കൂടി കണ്ടറിഞ്ഞു വേണം സർക്കാർ നടപടികൾ സ്വീകരിക്കാൻ. മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകില്ലൊരിക്കലും. മദ്യ കേരളത്തിൽ റേഷനായി നൽകണം. മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകില്ലൊരിക്കലും. മദ്യ കേരളത്തിൽ റേഷനായി നൽകണേ. പണ്ടൊക്കെ വീടിനടുത്ത് തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചെങ്കിലും കാശ് വീട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഓട്ടോ വിളിച്ചു വരെ ബിവറേജസിൽ പോകേണ്ട അവസ്ഥയാണ് കുടിയന്മാർക്ക്. അതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ 1 രൂപ പോലും ഇപ്പോൾ കൊടുക്കാനും കഴിയില്ല. ഒരവസ്ഥയിൽ മലരെ നിന്നെ കാണാതിരുന്നാൽ വിറയാകിയൊരുടലാകെ തളരുന്ന പോലെ, അലമാരയിലൊരു തുള്ളിയുമില്ലാതിരുന്നാൽ ബിവറേജിനു മുന്നിൽ ഞാൻ കരയുന്ന പോലെ, ഞാൻ എന്റെ വീടിന്റെ സ്റ്റോർ റൂമിനുള്ളിൽ അതിഗൂഢമാരോരും അറിയാതെ സൂക്ഷിച്ച ബിയറുണ്ട്, വൈനുണ്ട്, റമ്മുണ്ട്, സ്റ്റോക്കായി പല നല്ല ബ്രാൻഡുള്ളതാ. അവയൊന്നുമില്ല, അതിലൊട്ടുമില്ല, അത് മൊത്തം തീർന്നിപ്പം തരി പോലുമില്ല. തളരുന്നൊരെന്റെ തനുതോറും നിന്റെ മണമുള്ളൊരു ലാർജിൽ ഉണരും മലരേ. അഴകേ തലയിൽ തരുമൊരു തരിപ്പഴകേ മലരേ. എൻ സിരയിൽ പടരും മധുമലരേ, എൻ സിരയിൽ പടരും മധുമലരേ. ചിതറയിൽ വരാൻ പോകുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെയും വീട്ടമ്മമാർ ചൂലുമെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ചിതറ ഐരക്കുഴിയിൽ പ്രവർത്തിച്ചിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ്
തച്ചൂരിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രദേശവാസികൾ രാപ്പകൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ സംസ്ഥാന പാതകളുടെ വശങ്ങളിൽ നിന്നും 500 മീറ്റർ മാറി മാത്രമേ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കാവൂ എന്ന സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് ഐരക്കുഴിയിലെ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായത്. എന്നാൽ തച്ചൂരിലെ ഒരു ബിൽഡിംഗിലാണ് ഇപ്പോൾ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ ശ്രമിക്കുന്നത്. ഇതിനായി കെട്ടിടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കോളനിയും അമ്പലവും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇതെന്നും കെട്ടിടത്തിന് സമീപത്തായി സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ ധാരാളമുണ്ടെന്നും സമരക്കാർ പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുമെന്ന് പറയുന്ന സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ഇവിടെ നിന്ന് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരു വാഹനം മാത്രം കടന്നുപോകാൻ വീതിയുള്ള റോഡാണ് ഇവിടെയുള്ളതെന്നും ബീവറേജസ് ഔട്ട്ലെറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കും ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകൾക്കും സുരക്ഷിതത്വം ഇല്ലാതാകുമെന്നും ഇതിന് പരിഹാരമായി ബീവറേജസ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് മാറ്റി അനുയോജ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ജീവൻ വെടിഞ്ഞും തച്ചൂരിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം തടയുമെന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരാനുകൂലികൾ മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾക്കൊക്കെ 2 കുട്ടികളുണ്ട്. അവരെ വീട്ടിലാക്കിയിട്ട് നമുക്ക് പണിക്കിറങ്ങി പോകണം. ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് നമുക്ക് പുറത്തിറങ്ങി പോകാനൊക്കില്ല. നമുക്ക് പുറത്തിറങ്ങി പോകാതെ ജീവിക്കാനുള്ള വരുമാന മാർഗമില്ല. അവർക്ക് പഠിക്കാൻ പോയിട്ട് സമയത്ത് വരുമ്പോ നമുക്ക് പോയി നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാനൊക്കില്ല. അവർക്ക് വരാൻ ഉള്ള സൗകര്യം വേണം. ഈ ഇത്രയും ഇടുങ്ങിയ ഒരു റോഡുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നാൽ ഇവിടുത്തെ ജീവിതം ആകെ താറുമാറാകും. അതുകൊണ്ട് നമ്മുടെ ജീവൻ കൊടുത്തും ഞങ്ങൾ ഇതിനെ എതിർക്കും. 4 പ്രാവശ്യം എക്സൈസുകാരെ കൊണ്ടുവന്ന് അളപ്പിച്ച് ഓരോ പ്രാവശ്യം അത് കെട്ടിടത്തിന്റെ വാതില് മാറ്റി മാറ്റി വെച്ച് കൊണ്ടുവന്ന് അളക്കുന്നത്. ഈ അളവൊന്നും നമുക്ക് പ്രശ്നമില്ല. സർക്കാരിന് ബിവറേജ് വാടകയ്ക്ക് കൊടുക്കുന്ന മുതലാളി മാത്രമല്ല സർക്കാരിനെ അവിടെ പിടിച്ചിരുത്തിയത്. ഈ പാവപ്പെട്ട നിരപരാധികളായ സ്ത്രീകൾ കൂടെ വേണം. പക്ഷെ ഇത് നമ്മളെ വാക്ക് സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ സർക്കാർ ഇനി ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ അവിടെ ഇരിക്കൂല. ഞങ്ങളെ വോട്ടെന്നും പറഞ്ഞ് ഇവിടെ പഞ്ചായത്ത് നിന്ന് ഒരുത്തർ വന്നാൽ ഞങ്ങൾ കൊടുക്കുകയില്ല. സ്ത്രീക്ക് സ്ത്രീ സ്വസ്ഥത ഉണ്ടായില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ സർക്കാർ ഇങ്ങനത്തതാണെങ്കിൽ ഇനി ഈ സ്ത്രീകളെ മേടിക്കൂല, പണക്കാരെ വോട്ട് മാത്രം മേടിച്ച സർക്കാർ അവിടെ ഇരിക്കുകയുള്ളൂ. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണ്ടേ? ജനമുള്ളിടത്തല്ലാതെ ആകാശത്തോ പാതാളത്തിലോ ഒന്നും കൊണ്ട് ബിവറേജസ് വെക്കാനും കഴിയില്ല. മദ്യക്ഷാമം രൂക്ഷമായ സ്ഥിതിക്ക് ഇനി നാട്ടിൽ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ കുത്തൊഴുക്കായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലഹരി തേടുന്നവർക്ക് ഏത് ലഹരിയായാലും മതി. നാടൻ വാറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ നടന്മാർ. കൊട്ടുവടി വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം 10 റാത്ത ശർക്കരയ്ക്ക് 10 മറ തേങ്ങാവെള്ളം മൊത്തമായി കലക്കി വെച്ച കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 മറ തേങ്ങാവെള്ളം മൊത്തമായി കലക്കി വെച്ച കോട. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങാവെള്ളം മൊത്തമായി കലക്കി വെച്ച കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങാവെള്ളം മൊത്തമായി കലക്കി വെച്ച കോടയുണ്ടാകും. പഴത്തൊലി മണാത്തൊലി. ജയറാമേട്ട, മുകേഷ് ഏട്ട, സായികുമാർ ഏട്ട, ഇങ്ങനെ വാറ്റുപാട്ടൊക്കെ പാടുന്നത് മാന്യതയ്ക്ക് ചേരുന്നതാണോ? അന്തസ് വേണ്ടേ? അന്തസ്. വെള്ളം അടിച്ചാൽ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഏറ്റവും കൂടെ ഇട്ട് വച്ച ഈ ചാരായം. ചാരായം ചാരായം ചാരായം. മദ്യവിഷയത്തിൽ നിന്നും ഇനി നമുക്ക് മധ്യകാല അവധി വിശേഷങ്ങളിലേക്ക് വരാം. പരീക്ഷാകാലമൊക്കെ കഴിഞ്ഞു. ഏതായാലും കളിയാരവങ്ങളുമായി കുട്ടികൾ കളിക്കളങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ്. നാട്ടിലെ കളിക്കളങ്ങളും സ്കൂൾ ഗ്രൗണ്ടുകളും ജലാശയങ്ങളുമെല്ലാം ഇപ്പോൾ സജീവം. ആണ്ടുപരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ കുട്ടിക്കൂട്ടങ്ങൾ കളിക്കളങ്ങൾ കയ്യേറുമ്പോൾ എങ്ങും ആരവങ്ങൾ മാത്രം. 1 മാസം നീണ്ട പരീക്ഷാ ചൂടിൽ നിന്നും ഇനി 2 മാസം നീണ്ട ആവേശത്തിന്റെ കുളിരിലേക്ക്.
എല്ലാവരുടെയും പരീക്ഷ കഴിഞ്ഞു. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. 2 മാസം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് ഇവിടെ ക്രിക്കറ്റ് കാണും. അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. ക്രിക്കറ്റും ഫുട്ബോളും നീന്തലുമൊക്കെയായി കുട്ടിക്കൂട്ടങ്ങൾ കളിക്കളങ്ങൾ കയ്യേറുമ്പോൾ ചിലർ ഫേസ്ബുക്കിനെയും വാട്സാപ്പിനെയും ആശ്രയിച്ച് ന്യൂ ജനറേഷൻ വിനോദത്തിലേക്ക് തിരിയുന്നു. എന്നാൽ ഗ്രാമീണ മേഖലയിലെ ആഘോഷങ്ങൾ ഇപ്പോഴും കളിക്കളത്തിൽ തന്നെ. കുന്നിക്കോട് ടൗണിലെത്തുമ്പോൾ മൂത്രശങ്ക തോന്നിയാൽ കാര്യം സാധിക്കുന്നത് വീട്ടിലെത്തിയിട്ട് മതി. കാരണം ഇവിടെ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റർ പതിക്കാനുള്ള ഒരു സ്ഥലമായി, ചുവരായി മാറിയിരിക്കുകയാണ് ഈ ലക്ഷങ്ങൾ മുടക്കിയ ടോയ്ലറ്റ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ലക്ഷങ്ങൾ മുടക്കി കുന്നിക്കോട് ടോയ്ലറ്റ് സ്ഥാപിച്ചത്. ആദ്യ നാളുകളിൽ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നുവെങ്കിലും പിന്നീട് ടോയ്ലറ്റ് തകരാറിലാവുകയായിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി ടോയ്ലറ്റ് ഉപയോഗപ്രദമാക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഇതിൽ സുലത പ്രസിഡന്റായിട്ടിരുന്നപ്പോഴാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നപ്പോഴാണ് ഇത് ഞങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം, എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് ഒരു ദിവസം പോലും ഇവിടുത്തെ സാമൂഹിക വിരുദ്ധരെന്ന് പറയുന്നത് അവർ സോഡാ കുപ്പിയുടെ അടപ്പ് അടിച്ച് പരത്തിയിട്ട് അത് അതിനകത്ത് നിറച്ച് 2 പ്രാവശ്യം ഇത് റിപ്പയറിങ്ങിന് ആൾ വന്ന് അവർ റിപ്പയർ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ആരും തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ഇത് പത്രങ്ങളിലൊക്കെ പലവട്ടം വാർത്ത വന്നാൽ ഈ സംഭവം ഇവിടുന്ന് മാറ്റം എന്ന് പറയും. ഇതൊരു ഒരനക്കമില്ല. നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ പതിക്കാനുള്ള ഇടമായി ടോയ്ലറ്റ് മാറി. മറ്റ് പൊതു ശൌചാലയങ്ങളൊന്നുമില്ലാത്ത കുന്നിക്കോട് ടോയ്ലറ്റിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ഏറെ ഗുണപ്രദമായിരുന്നു. ഒരുപാട് ഈ ആളുകൾ ഈ കമ്പോളത്തിൽ വന്നിട്ട് അവർക്കൊന്നും മൂത്രം ഒഴിക്കാൻ ഒരു സൗകര്യം ഇല്ലാതെ കടന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്ന ബസ് യാത്രക്കാരായാലും അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ തന്നെ. ചിലരെയൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ തെറ്റിക്കുഴി ഹോസ്പിറ്റലിന്റെ ബാത്റൂമിലൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് ആക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ പിടിച്ചിരുന്നതിന് മര്യാദ ഉണ്ട്, അതില്ല. അതൊരു കുന്നിക്കോടിന്റെ ഒരു ശാപം തന്നെ. എന്നാൽ ടോയ്ലറ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി സ്വകാര്യ ആശുപത്രികളെയും മറ്റും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ആയുർവേദ ചികിത്സാ രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ആശുപത്രി നമ്മുടെ നാട്ടിലുണ്ട്. തലവൂർ നടുത്തേരിയിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. OP വിഭാഗത്തിൽ ദിനംപ്രതി 450ഓളം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ജനറൽ വാർഡിൽ 30ഉം പേ വാർഡിൽ 10ഉം ബെഡുകൾ കിടത്തി ചികിത്സക്കാർക്കായി ഒരുക്കിയിരിക്കുന്നു. 20 സ്ഥിര ജീവനക്കാരും 3 താൽക്കാലിക ജീവനക്കാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്നുള്ള 4 പേരും ഉൾപ്പെടെ 27 പേരാണ് ഇവിടെ ജീവനക്കാർ. എല്ലാത്തരം ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സയും ഇവിടെ രോഗികൾക്ക് ലഭ്യമാണ്. വമനം, വിരേചനം, വസ്തി തുടങ്ങിയ ചികിത്സകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ലഭ്യം. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ നൽകുന്ന ഇവിടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള റഫറൻസ് രോഗികളും എത്തുന്നുണ്ട്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് തലവൂർ നടുത്തേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മുന്നേറുമ്പോഴും ജീവനക്കാരുടെ അഭാവവും സ്ഥലപരിമിതിയും ആശുപത്രിയുടെ വികസനത്തിന് തടസ്സമാകുന്നു. മുൻപ് 5 ഡോക്ടർമാരുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ 3 ഡോക്ടർമാരാണ് സേവനമനുഷ്ഠിക്കുന്നത്. മാത്രമല്ല ആശുപത്രി നവീകരണത്തിനും കൂടുതൽ പേവാർഡുകൾ ഉൾപ്പെടുത്തുന്നതിനും കിടപ്പ് രോഗികൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്നതിനുമൊക്കെ സ്ഥലപരിമിതിയും തടസ്സമാകുന്നുണ്ട്. ഉൾപ്രദേശത്തെ ആശുപത്രി ആയതിനാൽ തന്നെ ഗതാഗത സൌകര്യത്തിനും ഏറെ ബുദ്ധിമുട്ടാണ് രോഗികൾക്ക് നേരിടേണ്ടി വരുന്നത്. മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന നടുത്തേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയെ ഈ പരിമിതികളിൽ നിന്നൊക്കെ ഉയർത്താനായി അധികൃതർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. വന്ധ്യതാ ചികിത്സയ്ക്കും പ്രമേഹത്തിനുമായി പ്രത്യേക ചികിത്സാ സമ്പ്രദായം ഏർപ്പെടുത്തുന്ന പദ്ധതി പരിഗണനയിലാണെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളികുമാരി പറഞ്ഞു. ഇനി തുടർന്ന് നമുക്ക് സ്പെഷ്യൽ പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ഡോക്ടർമാർ ആലോചിച്ച് വരികയാണ്. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വന്ധ്യതാ ചികിത്സ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. വന്ധ്യതാ ചികിത്സയിൽ ആയുർവേദത്തിന് കുറേയേറെ സംഭാവനകൾ ചെയ്യാൻ കഴിയും. ഇപ്പം ഗൈനക്കോളജിസ്റ്റ്, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കിതിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ കഴിയും. ഈ ആശുപത്രിയിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളെ അപേക്ഷിച്ച് ഒട്ടനവധി രോഗികൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പ്രോജക്റ്റുകൾ പറയുകയും അതിനു വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തോട്, ബ്ലോക്ക് പഞ്ചായത്തിനോടും മറ്റ് ഗ്രാമപഞ്ചായത്തിനോടും ആവശ്യപ്പെടുകയും അവർ വളരെ മികച്ച രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിരവധി കളത്തട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് കളത്തട്ട്? വാർത്തകൾ. ഇത് കളത്തട്ട്. ഏറെക്കാലങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇവയൊക്കെ ഇവിടെയുണ്ട്. നടന്നലഞ്ഞു വരുന്നവർക്ക് വിശ്രമിക്കുന്നതിനും മഴയും വെയിലും ഏൽക്കാതിരുന്ന് കൊച്ചുവർത്തമാനങ്ങൾ പറയുന്നതിനുമൊക്കെയുള്ള ഇടമാണ് ഇത്തരം കളത്തട്ടുകൾ. ഗ്രാമീണ മേഖലകളിൽ സജീവമായ ഇത്തരം കളത്തട്ടുകളിൽ ഓരോന്നിനും തലമുറകൾ പലതിന്റെ പ്രായമുണ്ട്. എന്റെ ചെറുപ്പകാലം മുതലേ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് മുമ്പേ ഉണ്ടെന്ന് അച്ഛനുമൊക്കെ പറയുന്നേക്കാം. ഒരു 150 കൊല്ലത്തിൽ 150 പുറത്തുണ്ട് പഴക്കം. എന്തുകൊണ്ടെന്ന് കൂട്ടമായിട്ട് പറയാൻ എനിക്കറിഞ്ഞൂടാ.
പിന്നെ എൻ്റെ ഓർമ്മ മുതൽ ഇവിടെ ഇരിക്കുക കളത്തിട്ട് ഞങ്ങൾ വരുന്നു ഇരിക്കുകയും പിന്നെ പലരും വന്നിരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെ ആയിരുന്നു. ഒരു ചുവട് താങ്ങിയുണ്ട്. പരമ്പരാഗത തച്ചുശാസ്ത്ര പ്രകാരമുള്ള നിർമ്മാണ രീതിയാണ് ഇവയുടേത്. കഠിനശിലകളാലുള്ള അടിത്തറയും ഇരിപ്പിടവും വശങ്ങളും ഈടുറ്റ തടികൊണ്ടുള്ള മേൽക്കൂരയുമാണ് കളത്തട്ടുകൾക്കുള്ളത്. കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ചാണ് കളത്തട്ടിനുള്ളിലെ താപനില. ഇതുതന്നെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതയും. എത്ര കനത്ത ചൂടിലും കളത്തട്ടിനുള്ളിൽ ചെറു തണുപ്പാകും അനുഭവപ്പെടുക. അതേസമയം കടുത്ത തണുപ്പിൽ ഈ ശിലാശകലങ്ങൾ ചെറു ചൂട് പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ കളത്തട്ടിനുള്ളിലെ ഇരിപ്പ് ഏറെ സുഖകരവും. നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായിരുന്നു കളത്തട്ടുകൾ. തലവൂർ ദേവീക്ഷേത്രത്തിന് സമീപവും പാണ്ടിത്തിട്ടയിലുമൊക്കെ മാത്രമാണ് ഇപ്പോൾ ഇവയിൽ ചിലത് അവശേഷിക്കുന്നത്. പലതും പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ്. അടുത്ത കാലത്ത് പുരാവസ്തു വകുപ്പ് ഇവയൊക്കെ നവീകരിച്ചെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ അവലംബിച്ചതിനാൽ അതൊക്കെ കളത്തട്ടുകൾക്ക് ദോഷകരമായി. എങ്കിലും ചൂടൻ രാഷ്ട്രീയവും നാട്ടുവർത്തമാനങ്ങളും ഒക്കെ കൊണ്ട് കളത്തട്ടുകൾ ഇന്നും സജീവമാണ്. വീട് വിട്ടിറങ്ങാൻ മടിക്കുന്ന പുതുതലമുറയ്ക്ക് ഇതിലൊന്നും തീരെ താല്പര്യമില്ല. എങ്കിലും ഇത്തരം പഴമയുടെ തിരിശേഷിപ്പുകൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. പോയ ആഴ്ചയിൽ ലൈവ് വാർത്തയിലേറെയും ഉത്സവ കാഴ്ചകളായിരുന്നു. നാടും നഗരവുമെല്ലാം കൈയും മെയ്യും ചേർത്തുപിടിച്ച് കൊടിയും മതവും മറന്ന് ആഘോഷിച്ച ഉത്സവങ്ങൾ. പൂരുബലം വരും വരും പടയുടെ പോരുബലം തരും തരും ജനമതു തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും അകതിനി താളമേളം പാട്ടും കൂത്തും നാടിനാഘോഷം മനസ്സുകളേകതാളം തട്ടിപ്പാടും നമ്മളൊന്നാടേ. മാനം തെളിഞ്ഞു പോയി മഴമേഘം മറഞ്ഞു പോയി ഇന്നല്ലോ മിഴാവുമേളം തെയ്തൈ തെയ്യാട്ടം പെരുമ്പറധ്വനി ദിഗന്ധ ദുന്ധുവി ഉശിരു പകരും ഇതിനു പുതിയൊരാവേശം. പടയുടെ പോരുബലം തരും തരും ജയ ജയ ഭേരികളും കാഹളവും താളമേളം പാട്ടും കൂത്തും നാടിനാഘോഷം മനസ്സുകളേകതാളം തട്ടിപ്പാടും നമ്മളൊന്നാടേ. മദ്യവും മയക്കുമരുന്നും കൊള്ളയും കൊലയുമൊക്കെ ഇന്ന് വാർത്തകളിൽ സ്ഥിരം ഇടം പിടിക്കുകയാണ്. ഇവയ്ക്കൊപ്പം നല്ല വാർത്തകളും നല്ല വിശേഷങ്ങളും ഒക്കെയായി ആഴ്ചവട്ടം വീണ്ടും എത്തും അടുത്തയാഴ്ച. നന്ദി, നല്ല നമസ്കാരം. ഒരു കഥ പറയാം നിലയില്ല കഥ നാട്ടുകഥ നേരറിവിൻ കഥ നെറികേടിൻ കഥ നേരായുള്ളൊരു നാട്ടുകഥ നേരറിവിൻ കഥ നെറികേടിൻ കഥ അക്കഥ ഇക്കഥ നാട്ടുകഥ. മാവേലിത്തറ പോലൊരു നാട്ടിൽ ചെമ്പട്ടിൻ നാടിട നാട്ടിൽ ഒരു നാൾ വീശി അടിച്ചൊരു കാറ്റിൽ വീണു മുളച്ചൊരു ഇടവിത്ത് ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി നാടൊരു ചട്ടം വിക്കളമായി. ഒരു കഥ പറയാം നിലയില്ല കഥ നാട്ടുകഥ നേരറിവിൻ കഥ നെറികേടിൻ കഥ നേരായുള്ളൊരു നാട്ടുകഥ നേരറിവിൻ കഥ നെറികേടിൻ
ഈ കഥ നാട്ടുകഥ. Costume sponsored by Negros Genswear Private Bus Stand, Punalur.